കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചത് 92 വോട്ടുകൾക്ക്. വാർഡ് പുനർനിർണയത്തോടു കൂടി കൂടുതൽ അനുകൂലമാകുന്നു എന്ന് CPM തന്നെ വിലയിരുത്തി. ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ KCRന് പിന്നീട് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം 28-ൽ ഒതുങ്ങിയത്? ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നെ തോൽപ്പിക്കാൻ പല ബാഹ്യകക്ഷികളും ഇടപെട്ട് 2024 ഡിസംബർ 30 നടന്ന ജില്ലാ സമ്മേളനത്തിൽ എന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അന്ന് CPMകാർ നെടുകാലായി പടക്കം പൊട്ടിച്ചു. മെഴുവേലി പഞ്ചായത്ത് പരാജയപ്പെട്ടപ്പോഴും അതേ ആൾക്കാർ നെടുകാലായിൽ പടക്കം പൊട്ടിച്ചു. ആ ശക്തികൾ അടക്കം, അതിനകത്ത് ഏരിയ സെക്രട്ടറി മകനടക്കം ആ പടക്കം പൊട്ടിക്കാവുന്നുണ്ട്. 13-ാം തീയതി പടക്കം പൊട്ടിക്കൽ ഏരിയ സെക്രട്ടറിയുടെ മകൻ ഇല്ലായിരുന്നു. പാലം മത്സര പാർട്ടിക്കാർ തന്നെയാണ്. ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള ഇടപെടൽ ഉൾപ്പെടെയുണ്ട്. ഉന്നത നേതൃത്വം എന്ന് പറയുമ്പോൾ അങ്ങ് സംശയിക്കുന്നത് ആരെയാണ്? ഏരിയ സെക്രട്ടറി അടക്കം സംശയിക്കുന്നുണ്ട്. ഏരിയ സെക്രട്ടറി അടക്കം ഈ കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പ്രാദേശിക നേതൃത്വം എനിക്ക് അനുകൂലമായിരുന്നു. പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ, കൂടാതെ ഏരിയ സെക്രട്ടറിക്ക് ഒരു നല്ല സംശയമാണ്. ഒരു കെൽപ്പും പ്രാപ്തിയുള്ളതല്ല. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് നേതാവിനെ സൂചിപ്പിച്ചാൽ മതി. ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതെ മൂക്ക് കമ്മിറ്റിയെ സൂചിപ്പിച്ച് പോകുന്ന ശൈലി, അതാണ് ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ ആകെ ശൈലി. താഴെ ആരുണ്ടെന്ന് അറിയില്ല, മോൻ എവിടെ പോകുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ 75 വയസ്സായ എന്നെ DC ഒഴിവാക്കിയപ്പോൾ മോനടക്കം വന്ന് പടക്കം പൊട്ടിക്കണോ ചോദിച്ചോ മോനോട്? ഒരു വിവരവും ആഘോഷിക്കില്ല. അദ്ദേഹത്തിന് പത്രവും വായിക്കുകയല്ല, പാർട്ടി സാഹിത്യവും വായിക്കുകയല്ല, യാതൊരു വിവരവുമില്ല. എൻ്റെ തണലിൽ വന്ന് ഏരിയ സെക്രട്ടറിയായി. ഒരു വിരോധത്തിനും കാരണമില്ല, അദ്ദേഹത്തിന് വിവരമില്ല. ഈ പറഞ്ഞതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു പരാതി പാർട്ടി നേതൃത്വത്തിന് കൊടുക്കും. ഈ സ്റ്റാലിൻ ഏരിയ സെക്രട്ടറിയുടെ പേര് പരാമർശിച്ച് തന്നെ പരാതി കൊടുക്കും? ഉറപ്പായും കൊടുക്കും. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിൽ പ്രധാനപ്പെട്ട ആൾ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി സ്റ്റാലിൻ ആണെന്നും ഇത് സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിന് പരിശോധന ആവശ്യപ്പെട്ട് കത്ത് നൽകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.